പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കേന്ദ്ര സർവകലാശാലകളിൽ പോയി പഠിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അവിടേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള CUET കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എക്സാം വൈ കരിയർ കണക്കിലേക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് CUET UGയുടെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തെങ്കിലും പുതിയ മാറ്റങ്ങളുണ്ടോ, എക്സാമിനേഷൻ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മറുപടികൾ നൽകാം എന്നാണ് ഈ എപ്പിസോഡിലൂടെ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കമ്പയർഡ് ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് പ്രത്യേകത എന്നുള്ളത്. NIRF റാങ്കിംഗ് പ്രകാരം മികച്ച യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ആദ്യത്തേതെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെയുള്ള അക്കാഡമിക് സ്ട്രക്ചർ, ഫാക്കൽറ്റി പൂൾ, അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള അലുമിനി നെറ്റ്വർക്ക്, പ്ലേസ്മെന്റ് ഹിസ്റ്ററി, ഇതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം കമ്പയർഡ് ടു ബാക്കി യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ബാക്കി സ്ഥാപനങ്ങൾ മികച്ചതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എന്നുള്ളത് നമുക്ക് പറയാം. അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CUETയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ്, മാർച്ച് 1-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. മാർച്ച് 22-ാം തീയതി വരെ അപേക്ഷിക്കാം. ഇപ്രാവശ്യം പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പേർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ പുതിയ മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 37 സബ്ജക്ട്സ് ആണ് CUETയുടെ അണ്ടറിലുള്ളത്. അതിൽ 13 ഇന്ത്യൻ ലാംഗ്വേജുകളിലും 23 ഡൊമൈൻ സബ്ജക്റ്റുകളിലും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം 6 സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 5 സബ്ജക്ട്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മാറ്റമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അതോടൊപ്പം പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം CBT ഓൺലൈൻ മോഡിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമായിരിക്കും എന്നുള്ളതും NTA അറിയിച്ചിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടെസ്റ്റ് പേപ്പറിലും ഉണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യൽ കമ്പൽസറി ആണ് എന്നുള്ളതൂടെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയും. മറ്റൊന്നുള്ളത് 5 മാർക്കാണ് കറക്റ്റ് ആൻസേഴ്സിന് നമുക്ക് ലഭിക്കുക. ഇൻകറക്റ്റ് ആൻസറിന് -1 മാർക്കും നമുക്ക് ലഭിക്കും. ഈ രൂപത്തിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് CUETയുടെ UG എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സോ ഇത്രയും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം സംഗതികളാണ്. 22-ാം തീയതി എന്നുള്ള ഡേറ്റ് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ മറന്നു പോകരുത്. ഇപ്രാവശ്യം ബോർഡ് എക്സാമിനേഷൻ തിരക്കിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് CUET എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് പ്രത്യേകം രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയർ സംശയങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലൂടെ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ സബ്മിറ്റ് യുവർ ക്വരീസ് എന്ന് കാണുന്ന ലിങ്കിലോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം വൈ ലേണിംഗ് ഒരുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭാഗമാകാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്